Dear students, this is the third phase of our class on the historical overview of British literature. In this class, we are beginning with the Romantic period. Romantic period, as you know, is one of the illustrious era of the British literature. It is considered as starting from 1785 to 1830. 1885 റോബർട്ട് ബേൺസിൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിക്കുന്നതോട് 2 വർഷം മുൻപാണ് ഈ റൊമാൻറ്റിക് പീരിയഡ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വന്നതായി നാം കണക്കാക്കുന്നത്. ഇതിലെ പ്രധാന പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പീരിയഡ് ഇൻ വിച്ച് ഇന്നോവേഷൻ ത്രൂ ഇമാജിനേഷൻ സൂപ്പർസീഡഡ് ദ ഫോർമുലൈക് ക്ലാസിക് ലിറ്ററേച്ചർ. ഇമാജിനേഷൻ ആണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഒരു പ്രധാനപ്പെട്ട ഫെസിലിറ്റി എന്ന് പറയുന്നത് ഭാവനയാണ്, ഇമാജിനേഷൻ. ഇന്നോവേഷൻ, ആസ് യു നോ, പുതിയ തരത്തിലുള്ള അന്വേഷണങ്ങൾ ആണ് ഇതിൽ കൊണ്ടുവരപ്പെട്ടത്. ഇത് രണ്ടും കൂടി ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ഈ ഫോർമുലകളിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ, നിബന്ധനകൾ, അതിലധിഷ്ഠിതമായ സാഹിത്യ രൂപങ്ങളെയും സാഹിത്യ വഴക്കങ്ങളെയും അത് പതുക്കെ മാറ്റി എന്ന് വരുന്നത്. അപ്പോൾ ആവിഷ്കാരത്തിൽ, എക്സ്പ്രഷനിൽ ഒരു വൈയക്തികത കൊണ്ടുവന്നു. സബ്ജക്റ്റിവിറ്റി ഇൻ എക്സ്പ്രഷൻ. അത് ഇറ്റ് റീപ്ലേസ്ഡ് ദ സയൻറ്റിഫിക് ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദ പ്രീവിയസ് പീരിയഡ്. നിയോ ക്ലാസിക്കൽ ഏജിൻ്റെ ശാസ്ത്രീയമായ വസ്തുനിഷ്ഠ സമീപനത്തെ വ്യക്തിനിഷ്ഠ സമീപനം കൊണ്ട് നേരിട്ടു, അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠ സമീപനം അതിന് പകരം വെച്ചു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വ്യക്തിയുടെ ഇമാജിനേഷൻ, വ്യക്തിയുടെ ഫീലിങ്സ്, വ്യക്തിയുടെ ഇമോഷൻസ്, ഇതിനാണ് പ്രാധാന്യം കൊടുത്തത്. മാത്രമല്ല മെൻ്റൽ ആൻഡ് നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നിവ, അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സർഗാത്മകത, അതിൻ്റെ മെൻ്റൽ ആൻഡ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പിനാണ് ഈ സാഹിത്യ കാലഘട്ടത്തിൽ പ്രാധാന്യം നൽകിയത്. അതേസമയം നമുക്കറിയാം നിയോ ക്ലാസിക്കൽ ഏജിന് അങ്ങനെയല്ല. ഒരു പ്രശ്നം അവിടെ ഏർബൻ സ്പേസസ് ആണ്. നഗരങ്ങളെ കേന്ദ്രീകരിച്ച് പരിഷ്കൃതരായ ജനതയുടെ ജീവിത അനുഭവങ്ങളാണ് ഇതിൽ വന്നതെങ്കിൽ ഇവിടെ ഗ്രാമങ്ങളിലേക്ക്, ഈ സാഹിത്യം പോവുകയാണ് ഉണ്ടായത്. Influenced by the French Revolution, German philosophers and the need to reject the Enlightenment ideals. ഈ റൊമാൻറ്റിക് പീരീഡിൻ്റെ ആദ്യത്തെ പ്രവാചകൻ എന്നോ ആദ്യത്തെ നേതാവ് എന്നൊക്കെ വിളിക്കപ്പെടാവുന്ന ആൾ തീർച്ചയായും വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹം 1798 പ്രസിദ്ധീകരിച്ച ഒരു പുതിയ വിഭാഗം കവിതകളെയാണ് നമ്മൾ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത്. ഈ ലിറിക്കൽ ബാലഡ്സിൽ അദ്ദേഹവും അതുപോലെ തന്നെ കോൾറിഡ്ജും എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്വാധീനങ്ങൾ എന്ന് പറയുന്നത് 1 ഫ്രഞ്ച് റവല്യൂഷൻ്റെ മൂല്യങ്ങളാണ്, 2 ജർമ്മൻ ഫിലോസഫേഴ്സാണ്, 3 എന്ന് പറയുന്നത് എൻലൈറ്റൻമെൻറ്റ്, അതായത് നിയോ ക്ലാസിക്കൽ പീരീഡിൻ്റെ ജ്ഞാനോദയ കാലഘട്ടത്തിൻ്റെ ഐഡിയൽസ്, റീസൺ, ഇൻ്റലക്റ്റ് എന്ന് തുടങ്ങിയവയെ മാറ്റി അതിന് പകരം ഹാർട്ട്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എന്നിവയെ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, അങ്ങനെ 3 ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണ് വേർഡ്സ്വർത്ത് എഴുതുന്നത്. മേജർ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരിയഡ് ഇൻ അഡീഷൻ ടു വേർഡ്സ്വർത്ത് ആർ സാമുവൽ കോൾറിഡ്ജ്, റോബർട്ട് ബേൺസ്, വില്യം ബ്ലേക്ക്, ലോർഡ് ബൈറൺ, പേഴ്സി ബൈഷ് ഷെല്ലി ആൻഡ് ജോൺ കീറ്റ്സ്. എല്ലാവരും പ്രസിദ്ധരായ കവികൾ. പ്രോസ് റൈറ്റേഴ്സിലാണെങ്കിൽ ചാൾസ് ലാം, വില്യം ഹാസ്ലിറ്റ്, തോമസ് ഡിക്വിൻസി, മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ആൻഡ് ലീ ഹണ്ട്. ഇനി നോവലിസ്റ്റുകളാണെങ്കിൽ പ്രസിദ്ധരായ നോവലിസ്റ്റുകളാണ് ജെയിൻ ഓസ്റ്റൻ, സർ വാൾട്ടർ സ്കോട്ട് ആൻഡ് മേരി ഷെല്ലി. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇതോടൊപ്പം തന്നെ ഈ റൊമാൻറ്റിക് പീരിയഡിൻ്റെ ഒരു മധ്യകാലഘട്ടത്തോട് കൂടിയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സാഹിത്യ രൂപമാണ് ഗോത്തിക് റൊമാൻസസ് എന്ന് പറയുന്ന നോവൽ എന്ന് വേണമെങ്കിൽ പെടുത്താവുന്നതാണ്. അതിൽ ഗോത്തിക് മാതൃകയിലുള്ള വലിയ ബംഗ്ലാവുകളിലും കൊട്ടാരങ്ങളിലുമൊക്കെ ഭീതിതമായ സാഹചര്യത്തിലുണ്ടാകുന്ന സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന കഥകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരി എന്ന് പറയുന്ന ആൻ റാഡ്ക്ലിഫാണ്. അതോടൊപ്പം തന്നെ
വില്യം ബെക്ക്ഫോർഡ്, തോമസ് ഗ്രിഗറി ലൂയിസ്, വില്യം ഗോഡ്വിൻ എന്നിവരും ഇതിൽ പെടുന്നവരാണ്. ഇതാണ് റൊമാൻറ്റിക് പീരീഡിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശ ചിത്രം എന്ന് നമുക്ക് പറയാവുന്നത്. അടുത്തത് വിക്ടോറിയൻ പീരീഡാണ്. വിക്ടോറിയൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം 1830 to 1901. വിക്ടോറിയ റാണി ഭരിച്ചിരുന്ന കാലഘട്ടമായതുകൊണ്ടാണ് ഇങ്ങനൊരു പേരിട്ടിരിക്കുന്നത്. വിക്ടോറിയ റാണി ഈസ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് റെയിനിങ് മൊണാർക്ക് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി. നിങ്ങൾക്കറിയാവുന്നതുപോലെ 70 കൊല്ലത്തോളം അവർ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ട്രേഡ് യൂണിയനിസം, ഇത് മൂന്നും സംഭവിച്ചതാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. യാന്ത്രിക യുഗം പിറക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇൻ ഫിലോസഫി, ദ റൂട്ട്സ് ഓഫ് സയൻറ്റിഫിക് മെറ്റീരിയലിസം ആൻഡ് ഫിലോസോഫിക്കൽ ഡിറ്റർമിനിസം എമേർജ്ഡ് ഡ്യൂറിങ് ദ ലേറ്റർ വിക്ടോറിയൻ പീരിയഡ്. ഒന്ന് സയൻറ്റിഫിക് മെറ്റീരിയലിസമാണ്. സയൻസ് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചതോടു കൂടിയിട്ട് മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതിക്ക് അഥവാ ഭൗതിക ചിന്താഗതിക്ക് പ്രാധാന്യം വരികയും അതോടൊപ്പം തന്നെ വേറൊരു തരത്തിലുണ്ടായ വികാസം എന്ന് പറയുന്നത് ഫിലോസോഫിക്കൽ ഡിറ്റർമിനിസം, തത്വചിന്ത നിർണയവാദം എന്നതിനെ മലയാളത്തിൽ പറയാം. തത്വചിന്തയാണ് ഏറ്റവും പ്രധാനം. തത്വചിന്ത കൊണ്ട് എന്തും നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാദമാണ്. ഇത് രണ്ടും വന്നത് ഈ കാലഘട്ടത്തിലാണ്. കവിതയിലാണെങ്കിൽ 3 പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാം. ഒന്ന് റോബർട്ട് ബ്രൗണിംഗ് ഉദ്ഘാടനം ചെയ്ത ഡ്രമാറ്റിക് മോണോലോഗ്സ് എന്ന് പറയുന്നതാണ്. നാടകീയ സ്വഗതാഖ്യാനം എന്ന് പറയുന്ന തരത്തിലുള്ളത്. വേറൊന്ന് ആൽഫ്രഡ് ടെന്നിസൻ്റെ ലിറിക്സാണ്, ഭാവഗീതങ്ങൾ, ലാറ്റോസീറ്റേഴ്സ് പോലെയുള്ള കവിതകൾ. വേറൊന്ന് മാത്യു ആർണോൾഡിൻ്റെ ഫിലോസഫിക്കൽ പോയട്രി, പ്രത്യേകിച്ച് ഈ മെറ്റീരിയലിസത്തിന് എതിരായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകൾ, ഡോവർ ബീച്ച് പോലെയുള്ള കവിതകൾ. ഇതാണ് വിക്ടോറിയൻ കാലഘട്ടത്തിലെ കവിതയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതോടൊപ്പം തന്നെ 19th സെഞ്ച്വറിയുടെ അവസാന ഭാഗത്തേക്ക് പ്രീ റാഫലൈറ്റ്സ് എന്ന് പറയാവുന്ന DG റോസിറ്റി, അദ്ദേഹത്തിൻ്റെ സഹോദരി ക്രിസ്റ്റീന റോസിറ്റി, വാൾട്ടർ പേറ്റർ തുടങ്ങിയവർ കവിതയിലൊരു പുതിയ ഭാവം കൊണ്ടുവരുന്നുണ്ട്. ഒരു സെൻഷ്വസ് ഡിസ്ക്രിപ്ഷൻസാണ്, വളരെ സെൻഷ്വസ് ആയിട്ടുള്ള ഇന്ദ്രിയ ഗോചരമായ കാര്യങ്ങളെ വിവരിക്കുന്ന തരത്തിലുള്ള ഇന്ദ്രിയ ഗോചരമായി വർണ്ണിക്കുന്ന രീതിയിലുള്ള കവിതകളാണ്. ഈ കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലിസ്റ്റുകളിൽ ഒരാൾ എന്ന് വിളിക്കാവുന്ന ചാൾസ് ഡിക്കൻസ് ജീവിച്ചതും എഴുതിയതും. അതുപോലെ തന്നെ ഷാർലറ്റ് ബ്രോൺട്ടി, എമിലി ബ്രോൺട്ടി, ആൻ ബ്രോൺട്ടി തുടങ്ങിയ ആളുകൾ, 3 സിസ്റ്റേഴ്സ്, ബ്രോൺട്ടൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ എഴുതിയതും ഈ കാലഘട്ടത്തിലാണ്. ഇതോടൊപ്പം തന്നെ വേറെ 2-3 എഴുത്തുകാരെ കൂടി പറ്റി പറയേണ്ടിയിരിക്കുന്നു. ഒന്ന് ജോർജ് എലിയറ്റാണ്, മേരി ആൻസ് ഇവാൻസ് എന്ന് പറയുന്ന ജോർജ് എലിയറ്റ്, അവരുടെ കൃതികളുണ്ട്. ആഡം ബീഡ് ആൻഡ് സൈലസ് മാർണർ. വേറൊന്ന് തോമസ് ഹാഡി, അദ്ദേഹം ഒരു കവി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഇറങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. അതിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ടെസ്റ്റ് ഓഫ് ദ ഡ്യൂബർവിൽസ്. ഇതിൽ ഉണ്ടായിരുന്ന നാടകകൃത്തുക്കളിൽ പ്രധാനി എന്ന് പറയുന്നത് ഓസ്കർ വൈൽഡാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗംഭീരമായ ഒരു പ്രഹസന വിഭാഗത്തിൽപ്പെട്ട നാടകമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട ആളുകൾ തോമസ് കാർലൈൽ, ജോൺ റസ്കിൻ ആൻഡ് മാത്യു ആർണോൾഡ് എന്നിവരാണ്. ഇതാണ് വിക്ടോറിയൻ പീരീഡിനെ പറ്റി പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജ് ആണ്. ഓക്കെ, താങ്ക് യു.